കാക്കപ്പൂവുന്നുള്ളി, തൃത്താപ്പൂവുന്നുള്ളി, കാലത്തും വൈകിട്ടും ഓണം കേറാമൂലകളിൽ പോലും എത്തുന്ന താന്തോന്നിക്കാറ്റ്. പോക്കുവെയിലിൽ തിളങ്ങുന്ന ഓർമ്മയുടെ പൂക്കളങ്ങൾ. ഓണക്കാലത്ത് പൂവിടുന്ന ചെടികളെല്ലാം കാണാൻ ഭംഗിയുണ്ടെന്ന് മാത്രമല്ല, അവയ്ക്ക് ഔഷധഗുണവുമുണ്ട്. ഔഷധമായും സൗന്ദര്യവർദ്ധകമായും ഉപയോഗിക്കാവുന്ന ഓണക്കാലത്ത് നിറഞ്ഞു നിൽക്കുന്ന പൂക്കളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ജീവധാരയിൽ. ദശപുഷ്പങ്ങളിൽ വളരെ സർവ്വസാധാരണമായി കർക്കിടമാസം ആകുമ്പോഴേക്കും തന്നെ കാണുന്നതാണ് മുക്കുറ്റി. ഈ മുക്കുറ്റി ഒരു ദൈവിക പുഷ്പം എന്നതിലുപരി ഔഷധങ്ങൾക്കും നാം ധാരാളമായി ഉപയോഗിക്കുന്നു. മുക്കുറ്റി ചാന്ത് തൊടുക കർക്കിടമാസത്തിൽ വളരെ പ്രധാനമാണ്. മുക്കുറ്റി ഇല പിഴിഞ്ഞ് ആ ചാറെടുത്ത് തിലകം തൊടുന്നത് വളരെ ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്നു. ഹിന്ദുക്കളിൽ മിക്കവാറും പഴയ ഗ്രഹങ്ങളിൽ മുക്കുറ്റിച്ചാന്ത് തൊടുന്നത് കർക്കിടമാസത്തിൽ വിശേഷിച്ചും വളരെയധികം കണ്ടുവരുന്നതാണ്. ദശപുഷ്പങ്ങൾ ഒറ്റയ്ക്കായോ കൂട്ടായോ ഉപയോഗിക്കാം. പ്രഭാവഗുണമുള്ള ചെടികളായതുകൊണ്ട് വിഷചികിത്സയിലും ഇവയ്ക്ക് പ്രാധാന്യമുണ്ട്. ധാരാളം പോഷകങ്ങളും മറ്റും അടങ്ങിയിട്ടുണ്ട് ഇവയിൽ. ഉണർവും ഉന്മേഷവും ഉത്തേജനവും പകരാൻ കഴിവുള്ള ഔഷധച്ചെടികളാണ് ദശപുഷ്പങ്ങൾ. മുക്കുറ്റി നമുക്ക് വീട്ടിൽ വളർത്തുകയാണെങ്കിൽ ഒരു ചെറിയ അതിൻ്റെ മഞ്ഞപ്പൂ നല്ല കാണാനും ഭംഗിയുള്ളതെന്നാണ്. എൻ്റെ ഔഷധ ഗുണങ്ങൾ മുക്കുറ്റിയുടെ ഇല നമുക്ക് മോരിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വയറിളക്കം മുതലായ രോഗങ്ങൾ, വയറിനെ സംബന്ധിച്ച് എസ്പെഷ്യലി വയറിളക്കത്തിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മുക്കുറ്റി ചുമ, കഫക്കെട്ട്, റെസ്പിറേറ്ററി ട്രാക്റ്റുമായിട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് മുക്കുറ്റി സമൂലം നീര്, തേൻ കൂടെ ചേർക്കണം. തേനിന് എപ്പോഴും ഒരു കഫനാശക ശക്തിയുണ്ട്, കഫത്തിനെ അലിയിപ്പിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ സേവിക്കാനും നമുക്ക് തേൻ കൂടെ ചേർക്കുമ്പോൾ ഒരു ഇതായിരിക്കും. അത് അങ്ങനെയും നമുക്ക് മുക്കുറ്റി യൂസ് ചെയ്യാവുന്നതാണ്. ഈ ചെടി എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഓണക്കാലത്ത് പറമ്പുകളിൽ നിറച്ച് എല്ലാ തൊടികളിലും, വെള്ളം നനയ്ക്കുന്നോർത്തും നനയ്ക്കാത്ത സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഇത് നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഇതാണ് മുക്കുറ്റി. ഈ മുക്കുറ്റി തീണ്ടാനാഴി എന്ന് പറയും. ദശപുഷ്പത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. ഇത് കളമിടാനും മറ്റും കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണിത്. ഈ മുക്കുറ്റി നന്നായിട്ട് അരച്ച് കാല് വിള്ളുന്ന സ്ഥലത്ത് വിരലിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന വളം കടിക്ക് ഇങ്ങനെ തുടങ്ങി എല്ലാറ്റിനും ഇത് അരച്ച് പുരട്ടാവുന്നതാണ്. ആനയുടെ ചികിത്സയിൽ പോലും മുക്കുറ്റി അരച്ച് കാലുമ്മൽ ആനയുടെ പാദത്തുമ്മൽ വിണ്ടാൽ ഇത് പുരട്ടാറുണ്ട്. അത്രയും ഫലപ്രദമായ ഒരൊറ്റമൂലികയാണിത്. പിന്നെ ഇത് മൈഗ്രെയിന് ഇതിൻ്റെ എണ്ണ വെളിച്ചെണ്ണ കാച്ചി തേച്ചാൽ, മുക്കുറ്റി ഇടിച്ച് പിഴിഞ്ഞ് അത് തന്നെ അരച്ച് ചേർത്ത് കൽക്കം ചേർത്ത് വെളിച്ചെണ്ണ കാച്ചി തേച്ചാൽ മൈഗ്രെയിന് വളരെ വിശേഷപ്പെട്ടതാണ്. ഇങ്ങനെ തുടങ്ങി പല ഗുണങ്ങളുമുണ്ട്. ഇത് തലയിൽ ചൂടിയാൽ വെടിക്കെട്ടേൽക്കില്ല, ഇടിവെട്ടേൽക്കില്ല എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ അതിങ്ങനെ ഒരു ഭൂമിയായിട്ട് ഒരു ബന്ധം അതിന് പ്രത്യേകിച്ചുള്ളത് കൊണ്ട്, എർത്തായിട്ടുള്ള ബന്ധം ഉള്ളതുകൊണ്ട് ഇത് ഇടിവെട്ടേൽക്കില്ല എന്നുള്ളത് പ്രസിദ്ധമാണ്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് മുക്കുറ്റി എല്ലാവരും പുറത്തേക്ക് പോകുമ്പോൾ തലയിൽ ഒരു മുക്കുറ്റി ചൂടും, പ്രത്യേകിച്ച് വർഷക്കാലത്ത്. ആചാരത്തിനും അപ്പുറം അമൂല്യമായ ഔഷധം കൂടിയാണ് ദശപുഷ്പങ്ങൾ. ദശപുഷ്പങ്ങളെ ഒന്നിച്ചുപയോഗിക്കുന്ന ചികിത്സാവിധികളില്ല ആയുർവേദത്തിൽ. പക്ഷേ ഓരോ ചെടികൾക്കും വ്യത്യസ്തമായ ഫലപ്രദമായ ഔഷധ ഗുണങ്ങളുണ്ട്. മുക്കുറ്റി പോലെ തന്നെ ചെറുള സാധാരണ രീതിയിൽ അത് ബലിക്ക് ഉപയോഗിക്കുന്നതാണ് എന്നൊരു ധാരണയുണ്ടെങ്കിലും ചെറുള വളരെയധികം ഔഷധമൂല്യമുള്ള ദ്രവ്യമാണ്. ഭദ്രാദി കഷായത്തിൽ ചെറുള
പ്രഥമ ദ്രവ്യമാണ്. ഗ്യാസ് ട്രബിൾ എന്ന് സാധാരണ പറയുന്ന വായുവിൻ്റെ ഉപദ്രവത്തിന്, പ്രത്യേകിച്ച് മേലോട്ടുള്ള വായുവിൻ്റെ ഉപദ്രവത്തിൽ ചെറുവിള ചേർത്ത കഷായം, ഭദ്രാദി കഷായം വളരെയധികം ഗുണപ്രദമാണ്. മൂത്രസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കാണ് അധികം പ്രയോഗിക്കുക. മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് മൂത്രം ശരിക്കും ഒഴിഞ്ഞു പോകുമ്പോൾ കടച്ചിൽ, എരിച്ചിൽ, നിറവ്യത്യാസം അങ്ങനെയൊക്കെ ഉള്ളതിന് ചെറുവിളയൊക്കെ ചേർന്ന മരുന്നുകൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അത് കഷായങ്ങളായിട്ട് വെച്ച് കൊടുക്കാം, പാല് കാച്ചി കൊടുക്കാം, അതുകൊണ്ട് നെയ്യ് കാച്ചി കൊടുക്കാം. ഇങ്ങനെ 3 രൂപത്തിലാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. പലപ്പോഴും ദശപുഷ്പങ്ങളിൽ ചെറുപഞ്ചമൂലത്തിലെ ഒരു ദ്രവ്യമായി പലരും വെൾവഴുതന വേരിന് പകരം ചെറുവിള എടുത്തു വരുന്നു എന്നുള്ളതും, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ പല ഔഷധ നിർമ്മാതാക്കളും ചെയ്തു വരുന്നതുമായ കാര്യമാണ്. ചെറുവിള വേര് അത്ര ശ്രേഷ്ഠമാണ്. ചെറുവിളയുടെ സ്വരസം ചെവിയിൽ ചെറിയ വേദനകൾ വരുമ്പോൾ ചെറുവിള പിഴിഞ്ഞെടുത്ത നീര് ചെറു ചൂടോടുകൂടി ചെവിയിൽ ഒഴിക്കുന്നത് കുട്ടികളിലുണ്ടാകുന്ന കർണശൂലത്തിന്, ചെവി വേദനയ്ക്ക് വളരെ ഫലപ്രദമാണ്.